ഉത്തരേന്ത്യൻ നേതാക്കൾ ഹിന്ദിയെ ഭാരതത്തിന്റെ ഏകീകരിക്കുന്ന ഭാഷയാക്കണമെന്ന തീരുമാനമെടുത്തപ്പോൾ അതിനെതിരെ നടന്ന കലാപം കാട്ടിത്തരുന്ന ഒരു സിനിമ. ചരിത്രത്തിൽ ആദ്യമായി മാതൃഭാഷയെ സംരക്ഷിക്കാൻ ഭയമെന്തെന്നറിയാത്ത ഒരു സേന രൂപീകരിച്ചു. അതാണ് പുറനാനൂർ പട. ഇവരെ ഇല്ലാതാക്കാനായിരുന്നു നേതാക്കന്മാരും പോലീസുകാരും ശ്രമിച്ചത്. ചന്ദ്രന്റെ കൂട്ടുകാരന്റെ മരണവാർത്ത അവനെ വല്ലാതെ തളർത്തി. അതുകൊണ്ട് തന്നെ അവൻ പുറനാനൂർ പടയൊക്കെ ഉപേക്ഷിച്ചു. പിന്നീട് കൊല്ലങ്ങൾ കടന്നുപോയി. കരി പെറുക്കിയിടലായിരുന്നു അവന്റെ പണി. തന്റെ അനിയനെ എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഒരു ദിവസം അവന് TTR എക്സാം പാസ്സായി പറഞ്ഞ ലെറ്റർ വരുന്നു. പക്ഷേ ആ ജോലിക്ക് ഹിന്ദി വേണമായിരുന്നു. ഹിന്ദി പഠിക്കാൻ പോയപ്പോഴായിരുന്നു ചിലർ ഹിന്ദി മഠം കത്തിച്ചത് അവൻ കണ്ടത്. ഇത് ചെയ്ത തന്റെ അനിയനെ അവൻ വിലക്കുന്നുണ്ട്. ഇന്റർവ്യൂക്ക് വേണ്ടി തന്റെ അയൽവാസിയായ രത്നമാളിന്റെ അടുത്ത് നിന്നും അവൻ ഹിന്ദി പഠിക്കുന്നു. ഇന്റർവ്യൂക്ക് പോയ അവനെ ഹിന്ദി മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് അവനെ പുറത്താക്കി ആ ജോലി ഹിന്ദിക്കാർക്ക് നൽകുന്നു. തമിഴ്നാട്ടിലെ കത്തുകളിൽ വരെ നേതാക്കന്മാർ ഹിന്ദി നിർബന്ധമാക്കിയത് കൊണ്ട് അതിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കുന്നു. പുറനാനൂർ പടയുടെ നേതാവ് ചന്ദ്രനാണെന്ന് മനസ്സിലാക്കിയവർ അവന്റെ അനിയനെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവനെ അറസ്റ്റ് ചെയ്യുന്നു. എന്നാൽ മാതൃഭാഷയെ സ്നേഹിച്ച ഒരു പോലീസുകാരന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടവൻ ഡൽഹിയിലെത്തുന്നു. അവിടെയുള്ള തന്റെ പരിചയക്കാരെ വെച്ച് മന്ത്രിയോട് അവർ അനുഭവിക്കുന്ന പ്രശ്നം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഹിന്ദി പറയാത്ത സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നും ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്നു. മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മറ്റ് സംസ്ഥാനക്കാർക്കും ഈ ഒരു പ്രശ്നമുണ്ടെന്ന് തെളിയിക്കാൻ പറയുന്നു, അതും കോയമ്പത്തൂർ വെച്ച്. ഇത് തടയാൻ പോലീസുകാർ തമിഴ്നാട്ടിലെ ഒരു നാട് മൊത്തം കൊന്നെടുക്കുന്നു. എന്നാൽ പലരുടെയും സഹായം കൊണ്ടും മറ്റ് സംസ്ഥാനക്കാരുടെ പിന്തുണ കൊണ്ടും ഭാഷാ സ്വാതന്ത്ര്യത്തിന്റെ വിജയം നമുക്കിവിടെ കാണാം.